ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ആദ്യത്തെ പാഠമായ ഒരു അവധിക്കാലത്ത് എന്നതിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ കഴിഞ്ഞ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പേജ് നമ്പർ 7 മുതൽ 10 വരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ 2ാം ഭാഗമാണ് എടുക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഡൈസ് കളി. അച്ഛനുണ്ടാക്കിയ 2 ഡൈസ് ഉപയോഗിച്ച് ഉണ്ണിയും കൂട്ടുകാരും കളിച്ചു. ഉണ്ണിക്ക് കിട്ടിയത് നോക്കൂ, 2 ഡൈസ് ഉണ്ട്. ആദ്യത്തേതിൽ 4 10, രണ്ടാമത്തേതിൽ 6 1കൾ. അങ്ങനെയാണല്ലേ കിട്ടിയത്. ഉണ്ണിക്ക് എത്ര പോയിൻ്റ് കിട്ടി? നീല ഡൈസിൽ 4 10കളാണുള്ളത്. അതായത് 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 സമം 40. 4 10കൾ കൂട്ടിയാൽ 40. പച്ച ഡൈസിൽ 6 1കളാണ് ഉള്ളത്. 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1. 6 1കൾ കൂട്ടുമ്പോൾ 6 എന്നാണ് കിട്ടുന്നത്. എങ്കിൽ ആകെ കിട്ടിയ പോയിൻ്റ് എത്രയാണ്? 40 കൂട്ടണം 6 ചെയ്താൽ മതി. 40 കൂട്ടണം 6 ചെയ്യുമ്പോൾ 46 ഉണ്ണിക്ക് കിട്ടിയ പോയിൻ്റ്. ഇനി മറ്റുള്ളവർക്ക് കിട്ടിയ പോയിന്റ് കണ്ടെത്തി എഴുതൂ. ആദ്യം അഭിനന്ദിൻ്റേത് തന്നിട്ടുണ്ട്. നീല ഡൈസിൽ 2 10കളാണുള്ളത്. 10 കൂട്ടണം 10 ചെയ്യുമ്പോൾ 20 കിട്ടുന്നത്. പച്ച ഡൈസിൽ 4 1കളാണുള്ളത്. 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്നാണ് കിട്ടുന്നത്. ഇനി ആകെ കിട്ടിയത് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഈ 20നെയും 4നെയും തമ്മിൽ കൂട്ടിയാൽ മതി. 20 കൂട്ടണം 4 സമം 24. നന്ദനയ്ക്ക് കിട്ടിയത് നോക്കൂ. നീല ഡൈസിൽ 3 10കൾ. 3 10കൾ കൂട്ടുമ്പോൾ 30. പച്ച ഡൈസിൽ 5 1കൾ. 5 1കൾ കൂട്ടുമ്പോൾ 5. ആകെ കിട്ടിയ പോയിന്റ് കാണാൻ എന്ത് ചെയ്യണം? 30 കൂട്ടണം 5 ചെയ്യുക. 35 എന്നാണ് ഉത്തരം. മൂന്നാമത്തെയാൾ നമിതയാണ്. നമിതയ്ക്ക് നീല ഡൈസിൽ കിട്ടിയത് 4 10കളാണ്. 4 10കൾ തമ്മിൽ കൂട്ടുമ്പോൾ 40. പച്ച ഡൈസിൽ കിട്ടിയത് 3 1കളാണ്. 3 1കൾ കൂട്ടുമ്പോൾ 3. ആകെ പോയിന്റ് 40 കൂട്ടണം 3 സമം 43. ഇനി അവസാനത്തെയാൾ നുസ്രത്താണ്. നുസ്രത്തിന് നീല ഡൈസിൽ 1 10 കിട്ടിയത്. 1 10. പച്ച ഡൈസിൽ 6 1കളാണ് കിട്ടിയത്. 6 1കൾ എന്ന് പറയുമ്പോൾ 6 1കൾ വീതം കൂട്ടി നോക്കുക. അപ്പോൾ 6 എന്ന് കിട്ടുന്നു. ആകെ പോയിന്റ് 10 കൂട്ടണം 6 സമം 16. അപ്പോൾ അഭിനന്ദിന് 24, നന്ദനയ്ക്ക് 35, നമിതയ്ക്ക് 43, നുസ്രത്തിന് 16, ഉണ്ണിക്ക് നമുക്കറിയാം 46. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾക്ക് 1ാം സ്ഥാനം, അതിൽ കുറവ് 2ാം സ്ഥാനം എന്നിങ്ങനെ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമമായി എഴുതൂ. അവരുടെ പേരും എഴുതുമല്ലോ. ഉണ്ണിക്ക് കിട്ടിയത് 46 അഭിനന്ദിന് കിട്ടിയത് 24, നന്ദനയ്ക്ക് കിട്ടിയത് 35, നമിതയ്ക്ക് കിട്ടിയത് 43, അതുപോലെ നുസ്രത്തിന് കിട്ടിയത് 16. അപ്പോൾ ഇതിൽ 1ാം സ്ഥാനം ആർക്കാണ്? ഉണ്ണിക്കാണല്ലേ. പോയിന്റ് എത്രയാണ്? 46. 2ാം സ്ഥാനം നമിതയ്ക്കാണ്, 43 പോയിന്റ്. 3ാം സ്ഥാനം നന്ദനയ്ക്കാണ്, 35 പോയിന്റ്. 4ാം സ്ഥാനം അഭിനന്ദിനാണ്, 24 പോയിന്റ്. അവസാനം 5ാം സ്ഥാനം നുസ്രത്തിനാണ്, 16 പോയിന്റ്. കൂട്ടുകാരോട് ചോദിക്കൂ. ചോദ്യം: 10കൾ എന്നിൽ 1 1കൾ എന്നിൽ 6 ഞാൻ ആരെന്ന് പറയാമോ? എന്താണ് ഉത്തരം? പറയാം 16. അങ്ങനെയായത്? 10കൾ എന്നിൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അടുത്ത് ഒരു 10 അപ്പോൾ 10. 1കൾ എന്നിൽ 6 6 1കൾ വീതമുണ്ട്. അപ്പോൾ 6. എങ്കിൽ ആകെ എത്രയായി? 10 കൂട്ടണം 6 16. ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളും കൂട്ടുകാരോട് ചോദിച്ചു നോക്കിക്കേ. സംഖ്യ ഏത്? മാതൃകയിലുള്ളതുപോലെ പുറത്തെ വട്ടത്തിലുള്ള സംഖ്യകൾ കണ്ടെത്തി എഴുതുക. നോക്കിക്കേ, ഇവിടെ നമുക്ക് 3 വട്ടങ്ങളായിട്ടാണ് തന്നിട്ടുള്ളത്. ഉള്ളിലുള്ള വട്ടത്തിൽ 5 സംഖ്യകളുണ്ട്. ഏതൊക്കെയാണ്? 10 10 20 30 40. രണ്ടാമത്തെ വട്ടത്തിലും 5 സംഖ്യകളുണ്ട്. 5 9 3 8 6. അവസാനത്തെ വട്ടത്തിൽ ഒരു സംഖ്യയുണ്ട് അല്ലേ? 15 ആ സംഖ്യ. ആ സംഖ്യ എങ്ങനെയാണ് കിട്ടിയത്? ഈ ഉള്ളിലുള്ള 2 വട്ടങ്ങളിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയതാണത്. അതായത് 10 കൂട്ടണം 5 15.
ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള കളങ്ങൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. ഇവിടെ നോക്കൂ, 10 കൂട്ടണം 9 ചെയ്ത് നോക്കുക. അപ്പോൾ ഉത്തരം 19 എന്ന് വരും. 19 ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമതായി 20 കൂട്ടണം 3 ചെയ്യേണ്ടത്. 20ലേക്ക് 3 കൂട്ടുമ്പോൾ എത്രയാണ്? 21, 22, 23 അല്ലേ? അപ്പോൾ 23 എഴുതി കൊടുക്കുക. അടുത്തത് 30ലേക്ക് 8 കൂട്ടുക. 30ലേക്ക് 8 കൂട്ടുമ്പോൾ 38 അതിവിടെ എഴുതാം. അവസാനമായി 40ലേക്ക് 6 കൂട്ടുക. 40ലേക്ക് 6 കൂട്ടുമ്പോൾ 46 ഉത്തരം. അത് നമുക്കിവിടെ എഴുതി ചേർക്കാവുന്നതാണ്. റാണിയും മക്കളും. അടുത്തതായി ഉണ്ണിയും കൂട്ടുകാരും ആ കളിയാണ് കേട്ടോ കളിക്കാൻ പോകുന്നത്. നമുക്ക് റാണിയും മക്കളും കളിക്കാം. അതെങ്ങനെയാണ് കളിക്കുക? ഇതാ നോക്കിക്കേ, എങ്ങനെയാണ് കളിക്കുക എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഈർക്കിൾ, അതായത് റാണിയും 10 ചെറിയ ഈർക്കിളും മക്കളും എടുക്കുക. അവ ഒരുമിച്ച് കളത്തിലിടുക. വലിയ ഈർക്കിൽ ചെറിയ ഒരു ഈർക്കിലെങ്കിലും തൊട്ടു നിൽക്കണം. ഇനി ഒരു ഈർക്കിൽ കൊണ്ട് ഓരോ ഈർക്കിലും എടുക്കണം. അപ്പോൾ മറ്റുള്ളവ അനങ്ങാൻ പാടില്ല. റാണിക്ക് 10 പോയിന്റ്, മക്കൾക്ക് ഓരോ പോയിന്റ് വീതം. 2 3 തവണ കളിക്കുക. ഓരോ കളിയിലെയും പോയിന്റ് കണക്കാക്കുക. പോയിന്റ് കൂടുതൽ കിട്ടിയ ആളാണ് വിജയി. 3 കളിക്ക് ശേഷം നന്ദനയ്ക്കും കൂട്ടുകാർക്കും ലഭിച്ച പോയിന്റ് നോക്കൂ. ആദ്യം അഭിനന്ദിനാണ്. അഭിനന്ദിന് 2 റാണി ലഭിച്ചു, അതായത് 2 10 ലഭിച്ചു എന്നർത്ഥം. ഒരു റാണിക്ക് ഒരു 10 പോയിന്റ് അല്ലേ? അപ്പോൾ 2 റാണി ലഭിച്ചു എന്ന് പറഞ്ഞാൽ 2 10 ലഭിച്ചു. എത്ര മക്കളാണ് ലഭിച്ചത്? 8 മക്കളാണ് ലഭിച്ചത്. അതായത് ചെറിയ ഈർക്കിളുകൾ 8 എണ്ണമാണ് ലഭിച്ചത്. അപ്പോൾ 2 10കളും 8 1കളുമാണ് കിട്ടിയത് എന്ന് നമുക്ക് പറയാം. ആകെ പോയിന്റ് കിട്ടിയത് എങ്ങനെയാണ് കാണുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 2 10 എന്ന് പറയുമ്പോൾ 20 അല്ലേ? 20 കൂട്ടണം 8, 28 അഭിനന്ദന് ലഭിച്ചത്. അടുത്തത് നന്ദനയാണ്. നന്ദനയ്ക്ക് 3 റാണി കിട്ടി. അതായത് എത്ര 10 കിട്ടി? ഒരു റാണി എന്ന് പറഞ്ഞാൽ ഒരു 10, 2 റാണിയാകുമ്പോൾ 2 10, 3 റാണിയാകുമ്പോൾ 3 10. ഇനി എത്ര 1കൾ കിട്ടി? എണ്ണി നോക്കിക്കേ, 7 1കളാണ് കിട്ടിയത്. 3 10ഉം 7 1ഉം. 3 10 എന്ന് പറഞ്ഞാൽ 30. 30ലേക്ക് 7 കൂട്ടുക. 37 നന്ദനയുടെ പോയിന്റ്. നമിതയ്ക്ക് 2 റാണി ലഭിച്ചു, അതായത് 2 10 ലഭിച്ചു. എത്ര 1കളാണ് കിട്ടിയത്? 6 1കളാണ് കിട്ടിയത്. ആകെ പോയിന്റ് എത്രയാണ്? 2 10 എന്ന് പറയുമ്പോൾ 20. 20ലേക്ക് 6 കൂട്ടുമ്പോൾ 26. ഇനി നുസ്രത്തിനോ? നുസ്രത്തിന് 2 റാണിയാണ് ലഭിച്ചത്. 2 റാണി എന്ന് പറയുമ്പോൾ എത്ര 10? 2 10. അതുപോലെ 5 1കളാണ് കിട്ടിയത്. ആകെ പോയിന്റോ? 2 റാണിക്ക് 20 പോയിന്റായി. 5 1കളും. 20ലേക്ക് 5 കൂട്ടുമ്പോൾ 25 നുസ്രത്തിന് കിട്ടിയ പോയിന്റ്. ഇനി ഉണ്ണിക്കോ? ഉണ്ണിക്ക് 1 റാണിയെ ലഭിച്ചുള്ളൂ. 1 റാണിയും 13 മക്കളും കിട്ടി. അതായത് എത്ര 10 ഉണ്ട്? ഒരു 10 ഉണ്ട് ഇവിടെ. എത്ര 1കൾ കിട്ടി? 13 1കൾ കിട്ടി. 10ഉം 13ഉം കൂട്ടിയാൽ എത്രയാണ്? 23. ആകെ പോയിന്റ് 23. ഇനി സഞ്ജുവിന് കിട്ടിയ പോയിന്റ് നമുക്കവിടെ തന്നിട്ടുണ്ട്. എത്ര റാണിയും മക്കളുമാണ് കിട്ടിയതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. സഞ്ജുവിന് കിട്ടിയ പോയിന്റ് നോക്കൂ, 29. അപ്പോൾ എത്ര റാണി കിട്ടിയിട്ടുണ്ടായിരിക്കും? 29ൽ എത്ര 10കളുണ്ട്? 2 10കളുണ്ട്. അപ്പോൾ 2 റാണി കിട്ടിയിട്ടുണ്ടായിരിക്കും. എത്ര 1കളുണ്ട്? 9 1കളുണ്ട്. എത്ര മക്കളെ കിട്ടിയിട്ടുണ്ടായിരിക്കും? 9 മക്കളുമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കിട്ടിയതിൽ ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? നന്ദനയ്ക്കാണല്ലേ. നന്ദനയ്ക്ക് എത്ര പോയിന്റ് കിട്ടി? 37 പോയിന്റാണ് കിട്ടിയത്. പോയിന്റ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. ആദ്യം നന്ദനയാണ്, അതായത് 37 പോയിന്റ്. പിന്നെ സഞ്ജുവാണ് 29. ശേഷം അഭിനന്ദാണ് 28. പിന്നീട് നമിതയാണ് 26. നുസ്രത്തിന് ശേഷം എഴുതാം 25. അവസാനം ഉണ്ണിയാണ്. ഉണ്ണിയുടെ പോയിന്റ് 23. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഇവിടെ ഒരു കുട്ടി ചോദ്യം തന്നിട്ടുണ്ട്. ഒരു റാണിയുടെ പോയിന്റിന് തുല്യമാകാൻ എത്ര മക്കളെ എടുക്കേണ്ടി വരും? ഒരു റാണിയുടെ പോയിന്റ് എത്രയാണ്? 10. ഒരു മക്കളുടെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഈർക്കിലിന് 1 പോയിന്റാണ്. അപ്പോൾ എത്ര 1കൾ ചേർന്നാലാണ് 10 ആവുക എന്ന് നോക്കിയാൽ പോരെ? എത്ര 1കൾ ചേർന്നാലാണ് 10 ആവുക? 10 1കൾ ചേർന്നാലാണ് 10 ആവുക. അപ്പോൾ ഒരു റാണിയുടെ പോയിന്റ് കിട്ടാൻ നമുക്ക് 10 മക്കളെ എടുക്കേണ്ടി വരും. സംഖ്യകൾ എത്ര? 10കൾ ഞങ്ങൾ 4,
ഒന്നുകൾ ഞങ്ങൾ 3 പത്തുകൾ ഒന്നുകൾ ചേർന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പത്തുകൾ ഞങ്ങൾ 4 അപ്പോൾ 4 പത്തുകളാണുള്ളത്. 4 പത്തുകൾ ചേർന്നാൽ 40. ഒന്നുകൾ ഞങ്ങൾ 3 3 ഒന്നുകൾ ചേർന്നാൽ 3. അപ്പോൾ സംഖ്യ എത്രയാണ്? 40 കൂട്ടണം 3 = 43. രണ്ടാമത്തേത് നോക്കൂ. പത്തുകൾ ഞങ്ങൾ ഒന്നുകളായും ഒന്നുകൾ ഞങ്ങൾ പത്തുകളായും സ്ഥാനം മാറി നിന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ? അതായത് ആദ്യത്തേതിൽ പത്തുകൾ 4 10ൻ്റെ സ്ഥാനത്ത്, 1ൻ്റെ സ്ഥാനത്ത് 3. രണ്ടാമത്തേത് 10ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ 1ൻ്റെ സ്ഥാനത്തേക്കും 1ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ 10ൻ്റെ സ്ഥാനത്തേക്കും മാറുന്നു. അപ്പോൾ 43 എന്നുള്ള സംഖ്യ എത്രയാവും? 34 എന്നാവും. വോളിബോൾ കളി. പുഞ്ചിരി ക്ലബിൻ്റെ 25ാം വാർഷികാഘോഷം 2ാം ദിവസമാണിന്ന്. അഭിനന്ദും നന്ദനയും ഉണ്ണിയോടൊപ്പം അവിടെ എത്തി. അവർ ഉച്ചഭാഷിണിയിലൂടെ കേട്ടു. എന്താ കേട്ടത്? ആദ്യ സെറ്റിൽ ഒരുമ ക്ലബ്ബ് നേടിയതിനേക്കാൾ 5 പോയിന്റ് കൂടുതൽ നേടി പുഞ്ചിരി ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സെറ്റിൽ പുഞ്ചിരി ക്ലബ്ബ് നേടിയ 22 പോയിന്റിനേക്കാൾ 3 പോയിന്റ് കൂടുതൽ നേടി ഒരുമ ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു. ക്ലബ്ബുകളുടെ പോയിന്റുകളാണ് ബോർഡിൽ. വിട്ടുപോയവ എഴുതൂ. നോക്കിക്കേ, ഒന്നാമത്തെ സെറ്റിൽ ഒരുമ ക്ലബ്ബ് നേടിയത് 20 പോയിന്റാണ്. എങ്കിൽ പുഞ്ചിരി ക്ലബ്ബ് എത്ര നേടിയിട്ടുണ്ടായിരിക്കും? അനൗൺസ്മെൻറ്റിൽ പറയുന്നുണ്ടല്ലേ, ആദ്യ സെറ്റിൽ ഒരുമ ക്ലബ്ബ് നേടിയതിനേക്കാൾ 5 പോയിന്റ് കൂടുതലാണ് പുഞ്ചിരി ക്ലബ്ബ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഒരുമ ക്ലബ്ബ് 20 പോയിന്റ് നേടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പുഞ്ചിരി ക്ലബ്ബ് എത്ര നേടിയെന്നാണ്? 20നോട് 5 കൂട്ടിയാൽ മതി. അതായത് 25 പോയിന്റാണ് പുഞ്ചിരി ക്ലബ്ബ് നേടിയത്. ഇനി രണ്ടാമത്തെ സെറ്റ് നോക്കൂ. പുഞ്ചിരി ക്ലബ്ബ് 22 പോയിന്റ് നേടി. എങ്കിൽ ഒരുമ ക്ലബ്ബ് എത്രയായിരിക്കും നേടിയിട്ടുണ്ടായിരിക്കുക? അനൗൺസ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ സെറ്റിൽ പുഞ്ചിരി ക്ലബ്ബ് നേടിയ 22 പോയിന്റിനേക്കാൾ 3 പോയിന്റ് കൂടുതൽ നേടി ഒരുമ ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ 22നേക്കാട്ടിലും 3 കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22നോട് 3 കൂട്ടിയാൽ മതി. 22ലേക്ക് 3 കൂട്ടിയാൽ എത്രയാണ്? 25ആണ്. മൂന്നാമത്തെ സെറ്റിലോ ഒരുമ ക്ലബ്ബ് 21ഉം പുഞ്ചിരി ക്ലബ്ബ് 25ഉം നേടി. ഇനി നിങ്ങളോട് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സെറ്റിലെ വിജയെ നിങ്ങൾ മൈക്കിലൂടെ പറയൂ. എങ്ങനെ പറയാം? മൂന്നാമത്തെ സെറ്റിൽ ഒരുമ ക്ലബ്ബ് നേടിയതിനേക്കാൾ 4 പോയിന്റ് അധികം നേടി പുഞ്ചിരി ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു. ഇനി പറയൂ, ഏത് ക്ലബ്ബാണ് മത്സരത്തിലെ വിജയി? നോക്കിക്കേ, 3 സെറ്റുകളിൽ 2 സെറ്റിൽ പുഞ്ചിരി ക്ലബ്ബ് വിജയിച്ചിട്ടുണ്ട്. 1 സെറ്റിൽ മാത്രമേ ഒരുമ ക്ലബ്ബ് വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏത് ക്ലബ്ബാണ് മത്സരത്തിലെ വിജയി? അതെ, പുഞ്ചിരി ക്ലബ്ബാണ് കേട്ടോ. സംഖ്യ ഏത്? 23നോട് 5 കൂട്ടിയ സംഖ്യ ഏതാണ്? 23ലേക്ക് 5 കൂട്ടി നോക്കൂ. 24, 25, 26, 27, 28. സംഖ്യ 28ആണ്. 30ൽ നിന്ന് 2 കുറച്ച സംഖ്യ. 30ൽ നിന്ന് 1 കുറച്ചാൽ 29, 1 കൂടെ കുറച്ചാൽ 28. അപ്പോൾ 28ആണ്. 28 ഒന്നുകൾ ചേർന്ന സംഖ്യ. 28 തവണ നമ്മൾ ഒന്നുകൾ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടുക? 28 തന്നെയാണ് കിട്ടുക. ഒരു 10ഉം 18 ഒന്നുകളും ചേർന്ന സംഖ്യ. ഒരു 10 എന്നത് പറയുമ്പോൾ എത്രയാണ് സംഖ്യ? 10ആണ്. പിന്നെ 18 ഒന്നുകൾ അല്ലേ? അപ്പോൾ 10 കൂട്ടണം 18 ചെയ്താൽ നമുക്ക് ഈ സംഖ്യ കിട്ടും. 10ലേക്ക് 18 കൂട്ടിയാൽ എത്രയാണ് ഉത്തരം മക്കളെ? 28ആണ്. 2 10കളും 8 ഒന്നുകളും ചേർന്ന സംഖ്യ. 2 10കൾ എന്ന് പറയുമ്പോൾ എത്രയായി? 20ആയി. അതിലേക്ക് 8 ഒന്നുകൾ കൂടെ ചേർത്ത് കൊടുക്കുക. 20 കൂട്ടണം 8 = 28. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരം എന്താണ്? 28 എന്ന് തന്നെയാണ് കേട്ടോ. ഇതുപോലെ 16 എന്ന ഉത്തരം കിട്ടുന്ന വാക്യങ്ങൾ എഴുതൂ. നമുക്ക് കിട്ടേണ്ട ഉത്തരം 16ആണ്. അതിനെ പല രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10ഉം 6 ഒന്നുകളും ചേർന്ന സംഖ്യ എന്നെഴുതാം അല്ലേ? ഇനി 10നോട് 6 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ അതെത്രയാണ്? അതും 16 തന്നെയാണ്. ഇനിയോ 20ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എത്രയാണ്? നോക്കിക്കേ, 20ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം വീണ്ടും നമുക്ക് 16 എന്ന് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 16 ഒന്നുകൾ ചേരുന്ന സംഖ്യ അതെന്താണ്? അതും 16 തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ നമുക്ക് ഒരു സംഖ്യയെ മാറ്റി എഴുതാവുന്നതാണ്. ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായോ?
മനസ്സിലായിട്ടില്ല, സംശയമുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ ആദ്യം മുതൽ കണ്ടു നോക്കണേ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്